അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ജോൺ വർഗീസ്, കേരളശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ശരീരത്തിൽ എൻ്റെ കാലിൽ സ്കിന്നിൻ്റെ ഒരു അലർജി ഉണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങളായി അത് ഉണ്ടായിക്കൊണ്ടിരുന്നിരുന്നു. അത് ആയുർവേദം കഴിച്ചു, അലോപ്പതി കഴിക്കുന്നുണ്ട്, ഹോമിയോ കഴിച്ചു നോക്കി. ഒരു 3 മാസം വരെ അത് മാറും, വീണ്ടും അത് തിരിച്ചു അതേപോലെ തന്നെ വരും. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ അച്ഛൻ ചോദിച്ചു സ്കിൻ അലർജി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോ പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് ക്രമേണ അത് വിട്ടുപോയി. അതിപ്പോൾ 2 വർഷത്തോളം ആയിട്ടുണ്ട് അത് വിട്ടുപോയിട്ട്. സാക്ഷ്യം പറയാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു ദൈവത്തോട്. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പെടലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ നടുവിന് ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതെല്ലാം കുറവുണ്ടെങ്കിലും എനിക്ക് അത് നടക്കാനോ യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ബൈബിള് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതേമാതിരി മേപ്പോട്ട് നോക്കാനോ താഴേക്ക് നോക്കാനോ മൊബൈൽ പോലെ നോക്കാനോ 5 മിനിറ്റ് നോക്കാനോ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഈ പെടലിയുടെ ഈ പ്രശ്നം ഇവിടെ കഴപ്പ് കാരണം എനിക്കൊന്നും സാധിച്ചിരുന്നില്ല. പല പ്രാവശ്യം ശ്രമിച്ചു നോക്കി, എനിക്കത് സാധിച്ചില്ല. ഞാൻ വിശുദ്ധനാട് സന്ദർശനത്തിന് പോയപ്പോൾ കർത്താവിൻ്റെ കവറിങ്കൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് ഈ അസ്ഥികളെയും ശരീരത്തെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതിന് ശേഷം എനിക്കിതുവരെ ഒരു ബുദ്ധിമുട്ടും കഴുത്തിനെ പറ്റി സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. അതിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മരുന്ന് കൂടി അതിൻ്റെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടും സ്ട്രോക്ക് വന്നതുകൊണ്ടും എനിക്ക് മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റില്ല. ന്യൂറോയുടെ ഡോക്ടറും അസ്ഥിയുടെ ഡോക്ടറും ഹാർട്ടിൻ്റെ ഡോക്ടറും കൂടി ചേർന്നാണ് എനിക്കൊരു മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഗബാൻഡിക് പ്ലസ് എന്നൊരു മരുന്ന്. അതൊരു ചെറിയ വേദനയ്ക്ക് ഞരമ്പിൻ്റെ ഒരു ചെറിയൊരു അസ്വസ്ഥത കുറയാനും വേണ്ടിയിട്ടുള്ളത്. അതിന് ഇപ്പോൾ 3 മാസമായി ഇവിടെ വിശുദ്ധനാടിൽ പോയി വന്നതിന് ശേഷം ഈ മരുന്ന് കഴിച്ചിട്ടേ ഇല്ല. എനിക്ക് ഇപ്പോൾ നേരത്തെയുള്ള ജോലികൾ ചെയ്യുന്നത് പോലെ എല്ലാ ജോലികളും ചെയ്യാനും ബൈബിൾ അരമണിക്കൂർ നമ്മൾ മേശപ്പുറത്ത് വെച്ച് വായിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് എത്ര വേണേലും വായിക്കാന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ബൈബിൾ വായിക്കാനുള്ള കൃപ കിട്ടി. അരമണിക്കൂർ. അതുപോലെ തന്നെ പെടലിക്കും നട്ടലിനുള്ള പെയിൻ ഹോളി ലാൻഡിൽ പോയി പ്രാർത്ഥിച്ച് അവിടെ തലമുട്ടിച്ചതിന് ശേഷം അത് മാറുകയും ചെയ്തു. വചനം വായിക്കാനുള്ള കൃപ കർത്താവ് തുറന്നു തരികയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.